ഹലോ, എന്തൊക്കെ എല്ലാവരും വിശേഷം? സുഖമല്ലേ? ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പം നമുക്കൊരു സ്റ്റാർ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ ഫസ്റ്റ് ഒരു പേപ്പർ സ്ക്വയർ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു റെക്റ്റാങ്കിൾ രീതിയിൽ അങ്ങോട്ട് മടക്കി കൊടുക്കുക. അപ്പം മനസ്സിലായില്ലേ? എന്നിട്ട് അതിൻ്റെ അടുത്ത സൈഡും റെക്റ്റാങ്കിൾ രീതിയിൽ മടക്കി കൊടുക്കുക. അതങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സെൻറ്ററിലായിട്ട് ഒരു പോയിൻ്റ് കിട്ടും. ആ പോയിൻറ്റിലോട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഷീറ്റ് മടക്കി കൊടുക്കുക. ഇതെങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു അറ്റത്തു നിന്ന് ഇങ്ങോട്ടും ഇതേപോലെ ഫോൾഡ് ചെയ്യുക. ഇപ്പം നമുക്കൊരു കോണായിട്ടുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ടാകും. എന്നിട്ട് ആ കോണിലോട്ട് അതർ സൈഡിൽ നിന്നൊന്ന് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കത് ടോട്ടലി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഫുള്ള് ഫോൾഡിങ് ആണ് ഇതിൽ വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കറക്റ്റ് വേയിൽ നമ്മൾ നോക്കിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. കറക്റ്റ് വീഡിയോ നിങ്ങൾ കാണണം. എന്നിട്ട് നമുക്കൊരു ട്രയാങ്കിൾ രീതിയിൽ കിട്ടുന്നത് കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഇങ്ങനെ ഒരു ഷേപ്പിൽ താഴോട്ടുള്ള ഭാഗം ഒന്ന് ജസ്റ്റ് ഫുള്ളായി കട്ട് ചെയ്യാണ്ട് ഒരു ഹാഫിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഹാഫിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് നിവർത്തി നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിലായിരിക്കും കിട്ടുക. പിന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നും ഇങ്ങനെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുക. മടക്കൽ തന്നെ പരിപാടി. ഫോൾഡ് ചെയ്ത് അതായത് അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അത്. എന്നിട്ട് നമ്മൾ ആ ഒരു ഹാഫ് കട്ട് ചെയ്തിരുന്നില്ലേ നേരത്തെ, ആ ഹാഫ് കട്ട് ചെയ്തത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു ട്രയാങ്കിൾ രീതിയിൽ ആവുന്ന വിധത്തിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് 5 സൈഡും നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. 5 സൈഡും ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് ജസ്റ്റ് ഒന്നിങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലാക്കണം. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം, അത് പേടിക്കണ്ട. പൊങ്ങിയ രീതിയിലാക്കി നമുക്ക് വെക്കാം. ഫസ്റ്റ് ഞാൻ ഈ 5 സൈഡൊന്ന് മടക്കി വെക്കട്ടെ. ഇത് 5 സൈഡ് നമ്മൾ മടക്കി കഴിഞ്ഞില്ലേ? ഇപ്പോൾ കഴിഞ്ഞു. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്നിങ്ങനെ ഇപ്പം ഞാൻ നേരത്തെ ഇങ്ങനെ കാണിച്ചില്ലേ, ഇങ്ങനെ അതേപോലെ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റാർ റെഡി. പക്ഷെ ഒരു 3D ഫോമിൽ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ 2 സ്റ്റാർസ് ഇതേപോലെ വേണം. ഈ സെയിം മെത്തേഡിൽ തന്നെ വേറെ ഒന്നും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അതൊരു കഷ്ടപ്പാടാണല്ലേ? പക്ഷേ 3D ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കൽ മസ്റ്റാണ്. എന്നിട്ട് ഈ 2 സ്റ്റാറും കൂടെ ജോയിൻ ചെയ്യണം. ഞാനിപ്പോൾ ഒരു ഫെവിക്കോളാണ് യൂസ് ചെയ്തിട്ട്, എന്നിട്ട് ആ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് 2 സ്റ്റാറും കൂടെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇപ്പോൾ 2 സ്റ്റാറും കൂടെ നമ്മൾ ഒന്നിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ വെക്കുന്നത്. അങ്ങനെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നന്നായി ഫോഴ്സ്ഫുള്ളി പ്രസ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ 3D സ്റ്റാർ റെഡി, ക്രിസ്മസ് സ്റ്റാർ റെഡി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മസ്റ്റായിട്ട് ആ ബെൽ ഐക്കൺ ഞെക്കണം. അപ്പോൾ താങ്ക് യു.